ഓക്കെ. നമ്മൾ സെഷനിൽ നോക്കുന്ന സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം 5 ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷനിൽ വരാറുണ്ട് പേപ്പർ 1-ൽ നിന്ന്. അതേസമയം പേപ്പർ 2-ലും ഇതേപോലെ തന്നെ 10 ക്വസ്റ്റ്യൻസ് നമുക്ക് റീഡിംഗ് കോംപ്രഹെൻഷന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പറയുകയാണെങ്കിൽ അതിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ ഒരു മാത്തമാറ്റിക്കൽ എക്കണോമിക്സിന്റെ പോർഷൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒരു കാൽക്കുലേഷന്റെ ബേസിസിലും വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടലായിട്ട് നമ്മുടെ ഈ 300 മാർക്കില് 30 മാർക്കും ഏകദേശം നമുക്ക് എന്തിലാ വരുന്നത്, ഈ പറഞ്ഞ റീഡിംഗ് കോംപ്രഹെൻഷനിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സെഷനെ കുറിച്ച് പറയുന്ന സമയത്ത് നമുക്ക് കുറേ കാര്യങ്ങള് റീഡിംഗ് കോംപ്രഹെൻഷനിൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. മെയിനായിട്ടും റീഡിംഗ് കോംപ്രഹെൻഷൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എത്രത്തോളം ആ ഒരു കൊടുത്തിട്ടുള്ള പാരഗ്രാഫ് ആണെങ്കിൽ പാരഗ്രാഫ്, വേറെ എന്തെങ്കിലും ഡാറ്റകളാണെങ്കിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡാറ്റ, അതിനെ കറക്റ്റായിട്ട് കോംപ്രഹെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ 30 മാർക്കിന്റെ ക്വസ്റ്റ്യനും ചെയ്യുന്നത്. വൺസ് നിങ്ങൾക്ക് ഇതിൽ മാർക്ക് അതായത് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇതൊരിക്കലും ഇപ്പൊ നിങ്ങൾ പറയുകയാണെങ്കിൽ ടോട്ടലായിട്ട് ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെങ്കിൽ 5 മാർക്കോ അല്ലെങ്കിൽ 4 മാർക്കോ അല്ലെങ്കിൽ 3 മാർക്കോ ഉള്ള ഒരു ക്വസ്റ്റ്യനേ അല്ലത്. ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈവൻ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുമ്പോൾ ബിലോ ആവറേജ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ബിലോ മീഡിയം അല്ലെങ്കിൽ ഈസി ടു മീഡിയം ടൈപ്പ് ആണ് മെജോറിറ്റി കേസിലും വരാറുള്ളത്. എന്നാൽ സം കേസസിൽ മാത്രം മീഡിയം ടു ഹാർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പേപ്പർ 1-ന്റെ ഭാഗത്ത് നിന്ന് വരാറുണ്ട്. ആൻഡ് ദ ഓൺലി തിങ് ഈസ് നമ്മുടെ മുന്നിൽ ടൈമിന്റെ വലിയൊരു കൺസ്ട്രെയിന്റ് റീഡിംഗ് കോംപ്രഹെൻഷന്റെ ക്വസ്റ്റ്യൻസിന് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അപ്പൊ ഞാനിതൊരു ലോങ് സെഷനായിട്ട് കൊണ്ടുപോകാനല്ല ഉദ്ദേശിച്ചത്, ജസ്റ്റ് കുറച്ച് ഐഡിയ പറഞ്ഞു തരാം എന്താ ചെയ്യേണ്ടത്. അതിന് നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോംപ്രഹെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദ കപ്പാസിറ്റി ഫോർ അണ്ടർസ്റ്റാൻഡിങ് ഫുള്ളി ദ ആക്ട് ഓർ ആക്ഷൻ ഓഫ് ഗ്രാസ്പിംഗ് വിത്ത് വിത്ത് ദ ഇന്റലക്ട്. ഇതാണ് ബേസിക്കലി ഉള്ള ഒരു അത് വലിയ കാര്യം നോക്കേണ്ടത് ആവശ്യമില്ല. പക്ഷെ നമ്മളൊരു ഒരു പെർട്ടിക്കുലർ സെന്റൻസ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാരഗ്രാഫ് നമ്മുടെ മുന്നിൽ തരുന്ന സമയത്ത് ദർ ആർ സം സ്കിൽസ് നമ്മുടെ ഈ കോംപ്രഹെൻഷന്റെ സ്കില്ല് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കോംപ്രഹെൻഷന്റെ എബിലിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദർ ആർ സം സ്കിൽസ് വി ക്യാൻ യൂസ്. അതിലാണ് നമുക്കൊന്ന് പറയാനുള്ളത് ഫൈൻഡിങ് മെയിൻ ഐഡിയാസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ഓർ എവിഡൻസ് എന്ന് പറയുന്നത് ഒന്ന്. ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു 200 വേർഡ്സ് ഉള്ള ഒരു കോംപ്രഹെൻഷൻ ആവും ചിലപ്പോൾ നമുക്ക് തന്നിട്ടുണ്ടാവുക. ഈ 200 വേർഡ്സിന്റെ ഒരു കോംപ്രഹെൻഷൻ ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ നേരെ തരുന്ന രീതി OMR ബേസ് ആവുന്ന സമയത്ത് പലരും ചെയ്തിരുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത്, കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെന്റൻസ് തരുന്നുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ നമ്മളിങ്ങനെ വരയിട്ട് വരയിട്ട് പോകുന്ന ഒരു കേസ് ഉണ്ടാവാറുണ്ട് ചില ആൾക്കാർ. അപ്പം ഈ വര ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ ചില ആൾക്കാർ എന്ത് ചെയ്യും, അണ്ടർലൈൻ ചെയ്യുക. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണെന്ന് തോന്നുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കുറച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്ന് അറിയുന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വര ഇടുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ നോർമലി ചെയ്യാറുള്ളത്. സോ നമ്മൾ നമ്മുടെ കോംപ്രഹെൻഷന്റെ അളവ് കൂട്ടണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു ഐഡിയ കിട്ടണം എന്നുണ്ടെങ്കിൽ മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ റീഡിംഗ് സ്കില്ല് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വി ഹാവ് ഓൺലി 1 hour. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടായതുകൊണ്ട് 1 hour-ഉം 15 മിനിറ്റും ഉണ്ടെന്ന് വിചാരിക്കുക പേപ്പർ 1-ന് നമുക്ക് യൂസ് ചെയ്യാൻ. ഈ പറഞ്ഞ 1 hour-ഉം 15 മിനിറ്റും ഈ ഒരു 5 ക്വസ്റ്റ്യന്റെ ബേസിൽ മൊത്തമായിട്ട് വായിക്കുന്ന സമയത്ത് ഈ 5 ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യും, മിനിമം ഒരു വലിയ പീരീഡ് ഓഫ് ടൈം. ഇപ്പൊ നമുക്ക് 1 മണിക്കൂറും 15 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിയർലി 90 സെക്കൻഡ്സ് ആണ് ഓരോ ക്വസ്റ്റ്യൻസിലും നമ്മൾ അലോട്ട് ചെയ്യാനാണെങ്കിൽ ആവറേജ് നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പൊ ഈ 90 സെക്കൻഡ്സ് എന്ന് പറയുന്ന സമയത്ത് 90 സെക്കൻഡ്സ് ഇൻറ്റു 5 ക്വസ്റ്റ്യൻസ് അല്ലെ, അതായത് 450 സെക്കൻഡ്സ്, അതായത് 7 മിനിറ്റും 7.5 മിനിറ്റാണ് നമുക്ക് മാക്സിമം ഈ പറയുന്ന കോംപ്രഹെൻഷൻ വേണ്ടി തരുന്നത്. പക്ഷെ നോർമലി ഏതൊരാൾ ഇത് വായിച്ചിട്ട് ഒരു ആൻസറിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ 15 to 20 മിനിറ്റ്സ് എങ്കിലും നമുക്ക് മിനിമം ഈ കോംപ്രഹെൻഷന്റെ മുകളിൽ പോവാറുണ്ട് മെജോറിറ്റി ആൾക്കാർക്കും. എന്നാൽ ചില എക്സെപ്ഷണൽ കേസുള്ള ആൾക്കാർ ഈ 15 മുതൽ 20 മിനിറ്റിന്റെ സമയം എടുക്കാറില്ല, മറിച്ച് അവർ പലപ്പോഴും ഒരു 10 to 12 മിനിറ്റിൽ തന്നെ ഇത് ഫിനിഷ് ചെയ്യും. ആൻഡ് ഹൗ ഈസ് ഇറ്റ് ആക്ച്വലി പോസിബിൾ? ദ ഓൺലി വേ ദേ ക്യാൻ ഡു ഇറ്റ് ഈസ് ബൈ റീഡിങ്.
നമുക്കൊരു നല്ല റീഡിങ് എബിലിറ്റി അല്ലെങ്കിൽ നല്ല റീഡിങ് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് എത്താൻ പറ്റും. ഇപ്പൊ നിങ്ങളിൽ പലരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇപ്പം നിങ്ങളുടെ പേപ്പർ 2ന്റെ കേസിലൊക്കെ പഠിക്കുന്ന സമയത്ത് പല മെറ്റീരിയലും വായിച്ച് നിങ്ങൾ ആ ഒരു അല്ലെങ്കിൽ ഇതിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഈ മെറ്റീരിയൽ വായിക്കുന്ന സമയത്ത് വിൽ ബി കംപ്ലീറ്റ്ലി റീഡിങ്. ഈ റീഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യുകയും ചെയ്യും. സോ നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് നമ്മളത് വായിക്കാനുള്ള ഒരു എബിലിറ്റിയും, ആ എബിലിറ്റീന്റെ കൂടെ വി ഹാവ് ടു ഫൈൻഡ് മെയിൻ ഐഡിയാസ് ആൻഡ് സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് ഓർ എവിഡൻസ് ഫോർ ദ സെയിം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ദെൻ മേക്കിംഗ് ഇൻഫറൻസസ് ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻസ്. ദെൻ റെക്കഗ്നൈസിംഗ് എ ടെക്സ്റ്റ് പാറ്റേൺ ഓഫ് ഓർഗനൈസേഷൻ. ദെൻ വി ഷുഡ് സമ്മറൈസ് ഓർ പാരാഫ്രൈസ്. ദെൻ ഫൈനലി വിൽ ബി റീഡിംഗ് ഫോർ ഇൻഫർമേഷൻ ഓർ ഡീറ്റെയിൽസ്. ഇപ്പൊ നിങ്ങൾ ശരിക്കും പറയുകയാണെങ്കിൽ ചില ആൾക്കാർ പറയും നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ക്വസ്റ്റ്യൻസ് വായിച്ചു നോക്കുക. പല രീതിയിൽ നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിൽ നമുക്ക് പ്രധാനമായിട്ടും ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിനുശേഷം നമ്മൾ എന്തിലേക്ക് പോവുക, നമ്മുടെ കോംപ്രഹെൻഷനിലേക്ക്, റീഡിങ് കോംപ്രഹെൻഷന്റെ ഈ ക്വസ്റ്റ്യൻ ഈ ഒരു നമുക്കൊരു പാരഗ്രാഫ് എന്നിട്ടുണ്ടാവും, അതിലേക്ക് പോവാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം പാരഗ്രാഫ് വായിച്ചിട്ട് പിന്നെ നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് എത്തുക. ഈ രണ്ട് മെത്തേഡുകൾ നമുക്കുണ്ട്. ആൻഡ് ഇതിൽ രണ്ടിനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലേക്കും നമ്മളിപ്പം OMR മെത്തേഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും, പ്രീവിയസ് ക്വസ്റ്റ്യൻസിലേക്കും അടുത്ത ക്വസ്റ്റ്യൻസിലേക്കും പോയി കളിക്കേണ്ടി വരും. ആ സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത്, സമയം അല്ലെങ്കിൽ നിങ്ങളുടെ ഓക്കെ ആണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന ഒരു മെയിൻ ആയിട്ടുള്ള എന്താണ് അവർ ആ ക്വസ്റ്റ്യനിൽ അവർ ഉദ്ദേശിക്കുന്നത്, അത് ജസ്റ്റ് നിങ്ങളുടെ റഫ് ആയിട്ടുള്ള ഒരു പേപ്പർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുമല്ലോ, ആ പേപ്പറിൽ ജസ്റ്റ് ആ ഒറ്റ കീവേഡ് മാത്രം എഴുതുക. 1 എന്ന് കൊടുത്തിട്ട് 2 എന്ന് കൊടുക്കുക, കീവേഡ് കൊടുക്കുക. 3 എന്ന് കൊടുക്കുക, കീവേഡ് കൊടുക്കുക. 4 എന്ന് കൊടുക്കുക, കീവേഡ് കൊടുക്കുക. 5 എന്ന് കൊടുക്കുക, കീവേഡ് കൊടുക്കുക. ഇങ്ങനെ വരുമ്പോഴുള്ള ഗുണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഇതിലുണ്ട്, നിങ്ങൾ അത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരിക്കലും വായിച്ചും ചെയ്തു, അതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ എഴുതി വെക്കുകയും ചെയ്തു. അതിനുശേഷം നിങ്ങൾ പാരഗ്രാഫ് വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നോർമലി ഇത് തിരിച്ച് നിങ്ങൾക്കത് ഓർക്കാനുള്ളൊരു കപ്പാസിറ്റി കിട്ടും. അതാണ് നോർമലി നമ്മുടെ റീഡിംഗ് കോംപ്രഹെൻഷന്റെ പ്രത്യേകത. വൺസ് ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതുക കൂടി ചെയ്താൽ, ജസ്റ്റ് വായിച്ചിട്ട് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നേരം എന്ത് ചെയ്യുന്നു, ചില ആൾക്കാർ ഇങ്ങനെ ചെയ്യാറുണ്ട്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കും, വായിച്ചതിന് ശേഷം നേരെ പാരഗ്രാഫിലേക്ക് പോകും. പാരഗ്രാഫിൽ പോയിട്ട് നിങ്ങൾ ആൻസറിലേക്ക് എത്തും. പിന്നെ വീണ്ടും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാൻ നിൽക്കും. എന്നിട്ട് വീണ്ടും പാരഗ്രാഫിലേക്ക് പോകും. പിന്നെ വീണ്ടും മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കും, പാരഗ്രാഫിലേക്ക് പോകും. ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇവർക്ക് 25 to 30 മിനിറ്റ്സ് ഈ ഒരു ഭാഗത്ത് നിന്ന് നഷ്ടപ്പെടും. അത് 100% ഉറപ്പാണ്. ഓക്കെ, അല്ലെങ്കിൽ 20 to 25 മിനിറ്റ്സ് എങ്കിലും ഇതിന്റെ മുകളിൽ നഷ്ടപ്പെടും. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മുടെ ടൈം താഴേക്ക് താഴേക്ക് പോകുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് ടെൻഷൻ ആവും. അപ്പൊ നമുക്ക് നമ്മുടെ മെന്റൽ എബിലിറ്റി കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ നമ്മുടെ കോംപ്രഹെൻഷൻ സ്കിൽസ് കറക്റ്റ് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പം 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിൽ 2 or 3 മാത്രമേ ശരി കിട്ടുള്ളൂ. മറിച്ച് നമ്മൾ ആദ്യം തന്നെ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ആ ക്വസ്റ്റ്യൻ നമ്മൾ എഴുതി വെക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ആ ക്വസ്റ്റ്യനെ കോംപ്രഹെൻഡ് ചെയ്തിട്ടുണ്ടാവും. ആ കോംപ്രഹെൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ പിന്നെ നമ്മുടെ സെന്റൻസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ പാരഗ്രാഫിലേക്ക് അപ്ലൈ ചെയ്യാന്ന് പറയുന്ന ഒരു റിസ്ക് മാത്രമേ പിന്നെ നിങ്ങൾക്ക് എടുക്കാനുള്ളൂ. ഓക്കെ, അത് സൂക്ഷിക്കണം കേട്ടോ. Then reading and interpreting non-prose forms, then understanding opinions and detecting biases. ഇതൊക്കെയാണ് സ്കിൽസ്, അല്ലെങ്കിൽ ഐഡന്റിഫൈങ് ടോൺ, മൂഡ് ആൻഡ് സ്റ്റൈൽ. അതേപോലെ തന്നെ റിട്ടോറിക്കൽ പാറ്റേൺ സച്ച് ആസ് കമ്പാരിസൺ, കോൺട്രാസ്റ്റ്, കോസ് ആൻഡ് എഫക്റ്റ്, ദെൻ ഡിസ്ക്രിപ്ഷൻ ആൻഡ് നറേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്കില്ലായിട്ട് വേണ്ടത്. അപ്പം നമ്മൾ ജനറലി അറിഞ്ഞിരിക്കേണ്ട ഒരു ജസ്റ്റ് ഉൾപ്പെടുത്തിയെന്നുള്ളൂ. കോംപ്രഹെൻഷൻ സ്കില്ലിന് ദർ ആർ എ ബാരറ്റ്സ് ടാക്സോണമി സ്റ്റാർട്ടിങ് ഫ്രം ലിറ്ററൽ കോംപ്രഹെൻഷൻ, reorganization, inferential comprehension, then evaluation, and finally we'll be appreciating it. ഇതാണ് നമ്മുടെ നോർമലി ടാക്സോണമി അല്ലെങ്കിൽ ലെവൽസ് ഓഫ് കോംപ്രഹെൻഷൻ സ്കിൽ എന്ന് പറയാം. ദെൻ ദർ ആർ 3 ലെവൽസ് ഓഫ് കോംപ്രഹെൻഷൻ. ഒന്ന് ലിറ്ററൽ ആണ്, രണ്ടാമത്തത് ഇന്റർപ്രറ്റീവ് ആണ്, മൂന്നാമത്തത് അപ്ലൈഡ് ആണ്. ഇപ്പൊ ലിറ്ററൽ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ നോക്കുക, അതായത് ലിറ്ററൽ ലെവലിൽ വരുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വിൽ ബി റീഡിങ് ദ ലൈൻസ്, വി ജസ്റ്റ് നീഡ് ടു റീഡ് ദ ലൈൻസ്. ഇപ്പൊ നിങ്ങൾ ആ ഒരു പെർട്ടിക്കുലർ ഒരു ചില ക്വസ്റ്റ്യൻസിന്
ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ നേരെ നമ്മുടെ ഇതിലുണ്ടാവും, കോംപ്രഹെൻഷൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അല്ലെങ്കിൽ നമുക്ക് പാരഗ്രാഫിൽ ഉണ്ടാവും. അതാണ് നമ്മുടെ ഫസ്റ്റ് ലെവൽ, ലിറ്ററൽ ലെവൽ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്ന ഇന്റർപ്രിറ്റേറ്റീവ് ലെവലാണ്. ഇവിടെ ശരിക്ക് നമ്മൾ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് ആണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ലൈൻസിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇന്റർപ്രറ്റ് ചെയ്തെടുക്കേണ്ടി വരുന്ന ആൻസേഴ്സ് ആണ്. മൂന്നാമത്തെ എന്ന് പറയുന്നത് അപ്ലൈഡ് ലെവലാണ്. അപ്ലൈഡ് ലെവലിൽ നോർമലി ചെയ്യാറുള്ളത് വിൽ ബി റീഡിങ് ബിയോണ്ട് ദ ലൈൻസ്. ഇപ്പൊ ഉദാഹരണത്തിന്, വാട്ട് ഈസ് ദ തീം ഓഫ് ദിസ് പാരഗ്രാഫ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ ആ പാരഗ്രാഫിന്റെ ഉള്ളിൽ നിന്നല്ല എടുക്കേണ്ടത്, ഇങ്ങനെ പുറത്തുനിന്ന് എടുക്കേണ്ടി വരും ചില സമയത്ത്. അങ്ങനത്തെ കേസിലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇത്തരം ക്വസ്റ്റ്യൻസ് വളരെ റെയർ ആയിട്ട് ഉണ്ടാവാറുള്ളൂ. മറിച്ച് മെജോറിറ്റി കേസുകളും ഒന്നെങ്കിൽ ലിറ്ററൽ ലെവലോ അല്ലെങ്കിൽ ഇന്റർപ്രിറ്റേറ്റീവ് ലെവലിലോ ആണ് UGC നെറ്റിൽ ചോദിക്കുന്നത്. മെയിൻലി നമ്മുടെ സബ്ജക്ട് പേപ്പറിൽ ചോദിക്കുന്ന റീഡിംഗ് കോംപ്രഹെൻഷൻ ഈ ഒരു ടൈപ്പിൽ മാത്രമേ ഉണ്ടാവാറുള്ളൂ മെജോറിറ്റി കേസിലും. ദെൻ നിങ്ങൾ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഐഡന്റിഫൈങ് ടോപ്പിക്സ്, മെയിൻ ഐഡിയാസ്, അതുപോലെ തന്നെ അതിന്റെ സപ്പോർട്ടിംഗ് ഡീറ്റെയിൽസ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. അപ്പം ആ കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ആദ്യം പറയാനുള്ളത്. സോ നമ്മുടെ കയ്യിൽ തരുന്ന സെന്റൻസ്, അതിന്റെ ടോപ്പിക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക, അതേപോലെ തന്നെ ഒരു ലാർജർ കൺസെപ്ച്വൽ ഫ്രെയിംവർക്ക് മനസ്സിലാക്കുക. ഇതാണ് നമ്മുടെ ഏറ്റവും അത്യാവശ്യമായിട്ട് റീഡിംഗ് കോംപ്രഹെൻഷന് വേണ്ടത്. ആൻഡ് അതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻ ഉണ്ടാക്കലും ഇവാലുവേറ്റ് ചെയ്യലും ക്രിട്ടിക്കലി ഇന്റർപ്രറ്റ് ചെയ്യലും ഒക്കെയാണ് നമ്മുടെ നോർമലി കോംപ്രഹെൻഷനിൽ നടത്താറുള്ള കാര്യവും. ദെൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക്, അതേപോലെ ചാപ്റ്റേഴ്സ്, ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റേഴ്സ്, ആർട്ടിക്കിൾസ്, പാരഗ്രാഫ്സ്, സെന്റൻസസ്, പാസേജസ്, ഇതൊക്കെ പ്രധാനമായിട്ടും വിൽ ബി ഹാവ് ടോപ്പിക്സ് ആൻഡ് മെയിൻ ഐഡിയാസ് ഉണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിന്റെ ഉള്ളിലായിരിക്കും. ഇപ്പൊ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മുന്നിൽ ഇടുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു പാരഗ്രാഫ് തരുന്ന സമയത്ത് ആ പാരഗ്രാഫിന് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ചില ഉദാഹരണത്തിന് ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള ഒരു ഇതാണ് തന്നെന്ന് വിചാരിക്കുക. ആദ്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളോട് ഒരിക്കലും പാരഗ്രാഫിൽ പറയില്ല ദാറ്റ് ദിസ് ഈസ് അബൌട്ട് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയില്ല. മറിച്ച് ഈവൻ നിങ്ങൾക്ക് ഒരു ടൈറ്റിലോ അതിൽ തരില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ആദ്യം അതിന്റെ ഒരു ടോപ്പിക് എന്താണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം വേണ്ടത്. അതേപോലെ തന്നെ ദ ടോപ്പിക് ഈസ് ദ ബ്രോഡ് ജനറൽ തീം ഓർ മെസ്സേജ്. അതായത് ബ്രോഡായിട്ട് ആ പറയുന്ന പാരഗ്രാഫ് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതേപോലെ എന്താണ് അതിന്റെ ഒരു ജനറൽ തീം, അതാണ്. ആൻഡ് ഇറ്റ് ഈസ് വാട്ട് സം കോൾ ദ സബ്ജക്ട്. ടോപ്പിക്കിനെ തന്നെയാണ് സബ്ജക്റ്റ് എന്നും പറയാം. ആൻഡ് ദ മെയിൻ ഐഡിയ ഈസ് ദ കീ കൺസെപ്റ്റ് ബീങ് എക്സ്പ്രസ്. ഇപ്പൊ ഞാൻ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പൊ നമ്മൾ ചില ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ചില പാരഗ്രാഫ് എന്ന് പറയുന്നത്, പാരഗ്രാഫ് ഉണ്ടാവുക എഫക്റ്റ് ഓഫ്, ടോപ്പിക് എന്ന് പറയുന്നത് എന്തായിരിക്കും? എഫക്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ഓൺ ഡെയിലി ലൈഫ്. സിമ്പിൾ സാധനം എന്ന് വിചാരിക്കുക. അതേസമയം ഈ ഗ്ലോബൽ വാർമിംഗ് ഇല്ലേ, ഇതാണ് നമ്മുടെ മെയിൻ കീ കൺസെപ്റ്റ് ആൻഡ് ദാറ്റ് വിൽ ബി കോൾഡ് ആസ് മെയിൻ ഐഡിയ. ഇതിന് അതേപോലെ തന്നെ ഡീറ്റെയിൽസ് ഉണ്ടാവും. അതിൽ നമുക്ക് എന്ത് ചെയ്യും? ഈ എന്തുകൊണ്ടാണ് ഗ്ലോബൽ വാർമിംഗ് ഉണ്ടായത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഡെയിലി ലൈഫിൽ അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, എത്രത്തോളം അതിന്റെ എഫക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽസിലാണ് മെയിൻ ആയിട്ട് ഉണ്ടാവുക. ദെൻ കംസ് ടു ദ ഗ്രാസ്പിംഗ് ഓഫ് മെയിൻ ഐഡിയ. ഇവിടെയാണ് നമുക്ക് ഒരു പാരഗ്രാഫ് എന്ന് പറയുന്ന കാര്യത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്. സോ പാരഗ്രാഫ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് സെന്റൻസസ് റിലേറ്റഡ് ടു പെർട്ടിക്കുലർ ടോപ്പിക് ഓർ സെൻട്രൽ തീം ആൻഡ് എവറി പാരഗ്രാഫ് ഹാസ് എ കീ കൺസെപ്റ്റ് ഓർ മെയിൻ ഐഡിയ. അതാണ് നമ്മളിപ്പോൾ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന സമയത്ത് ഗ്ലോബൽ വാർമിംഗ് ആണ് അവിടുത്തെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. ദെൻ ദ മെയിൻ ഐഡിയ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പീസ് ഓഫ് ഇൻഫർമേഷൻ ദ ഓതർ വാണ്ട്സ് യു ടു നോ അബൌട്ട് ദ കൺസെപ്റ്റ് ഓഫ് ദ പാരഗ്രാഫ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ട കാര്യം അതാണ്. ദ മെയിൻ ഐഡിയ മേ ബി സ്റ്റേറ്റഡ് ദാറ്റ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ പാരഗ്രാഫ്, ഇൻ ദ മിഡിൽ ഓർ അറ്റ് ദ എൻഡ്. അപ്പോൾ ഈ മെയിൻ ഐഡിയ എന്ന് പറയുന്ന സാധനം, ഗ്ലോബൽ വാർമിംഗ് ആണ് മെയിൻ ഐഡിയ എന്നുള്ളത് ചിലപ്പോൾ എന്ത് ചെയ്യാം, തുടക്കത്തിൽ പറയുന്ന കേസുകൾ ഉണ്ടാവാം, ചിലപ്പം ഇടയിൽ നിന്ന് പറയാം, അല്ലെങ്കിൽ അവസാനത്തിലും പറയുന്ന കേസ് ഉണ്ടാവും. ആൻഡ് ദ സെന്റൻസ് ഇൻ വിച്ച് ദ മെയിൻ ഐഡിയ ഇസ് സ്റ്റേറ്റഡ് ഈസ് ദി ടോപ്പിക് സെന്റൻസ്. ഓരോ കാര്യത്തിന്റെയും ഓരോരോ ആ ഒരു ബേസിക് സാധനം മാത്രം പറയുന്നു എന്നേ ഉള്ളൂ. ആൻഡ് ഇത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ദാറ്റ് ദർ ഈസ് എ മെയിൻ ഐഡിയ, ദർ വിൽ ബി എ സെൻട്രൽ തീം ടു ദാറ്റ് പെർട്ടിക്കുലർ പാരഗ്രാഫ്. അപ്പം അതിന്റെ ഐഡന്റിഫൈ ചെയ്യുക, ടോപ്പിക് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് പറഞ്ഞത്. അത്രത്തോളം നിങ്ങൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ഞാൻ പറയില്ല.
പക്ഷെ അതേ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ദർ വിൽ ബി ആൻ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ്, there will be introductory, transitional and summarizing within a paragraph. അല്ലെങ്കിൽ നിങ്ങൾ കോംപ്രഹെൻഷൻ ചെയ്യേണ്ട കാര്യത്തിൽ there will be an introductory paragraph. ആ പാരഗ്രാഫിലാണ് എന്ത് ചെയ്യാറുള്ളത്? നോർമലി മെയിൻ ഐഡിയാസ് ഓഫ് ദ ചാപ്റ്റർ ഓർ സെക്ഷൻ പറയാറും, എക്സ്റ്റെൻസ് ഓർ ലിമിറ്റ്സ് ഓഫ് ദ കവറേജ്, അതേപോലെ തന്നെ ഹൗ ദ ടോപ്പിക് ഈസ് ഡെവലപ്ഡ് ആൻഡ് ദ റൈറ്റേഴ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ ടോപ്പിക്. ഈ 4 കാര്യങ്ങളും ഇൻട്രൊഡക്ടറി പാരഗ്രാഫിലാണ് പറയാറുള്ളത്. ദെൻ ട്രാൻസിഷനിലാവുന്ന സമയത്ത് അവിടെയാണ് യൂഷ്വലി ഷോർട്ട്, ദെയർ സോൾ ഫംഗ്ഷൻ ഈസ് ടു ടൈ ടുഗദർ വാട്ട് യു ഹാവ് റീഡ് സോ ഫാർ ആൻഡ് വാട്ട് ഈസ് ടു കം ടു സെറ്റ് ദ സ്റ്റേജ് ഫോർ സക്സീഡിങ് ഐഡിയാസ് ഓഫ് ദ ചാപ്റ്റർ ഓർ സെക്ഷൻ. ട്രാൻസിഷണൽ എന്ന് പറയുന്ന ഭാഗത്ത് നോർമലി ചെയ്യാറുള്ളത്, നിങ്ങളുടെ മുന്നിൽ തന്നിട്ടുള്ള ഈ പാരഗ്രാഫിന്റെ യൂഷ്വലി ഷോർട്ട് ആയിട്ടുള്ള ഫോമിനെയാണ് ട്രാൻസിഷണൽ എന്ന് പറയാം. ദെൻ സമ്മറൈസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ തന്നെ, അല്ലെങ്കിൽ ആ പാരഗ്രാഫിനെ തന്നെ റീസ്റ്റേറ്റ് ചെയ്യാണ്. ബ്രീഫായിട്ട് നമ്മൾ റീസ്റ്റേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെയാണ് നമ്മൾക്ക് സമ്മറൈസേഷൻ വരിക. ഇപ്പൊ നോർമലി ഇൻട്രൊഡക്ടറി ആണ് ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പ്, ദെൻ ട്രാൻസിഷണൽ ആൻഡ് ഫൈനലി ദർ വിൽ ബി എ സമ്മറൈസിംഗ് വിത്തിൻ ദാറ്റ് പെർട്ടിക്കുലർ റീഡിംഗ് കോംപ്രഹെൻഷൻ പാസേജ്. എക്സസൈസ് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് മെയിൻ ഐഡിയ കണ്ടെത്താനുള്ള ഒരു എക്സസൈസ് അവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിൽ ഫോക്കസ് ചെയ്യണ്ട. നിങ്ങൾ മെയിനായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റുക, അല്ലെങ്കിൽ കോംപ്രഹെൻഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നേടിയെടുക്കാൻ പറ്റുക. ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ആ 5 ക്വസ്റ്റ്യൻസും മറ്റേതിൽ വരുന്നില്ല, ഈ പേപ്പർ 2 വരുന്ന 10 ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, വിച്ച് മീൻസ് 30 മാർക്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടത് ചില സ്കില്ലുകളാണ്. ആ സ്കില്ല് എന്ന് പറയുന്നത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനുള്ള സ്കില്ലാണ്. അപ്പം ആദ്യം നിങ്ങൾക്ക് ഏറ്റവും അതിലുള്ള ചില സ്കിൽസ് ആണ് ഇവിടെ പറയുന്നത്. ഒന്ന്, യു ഷുഡ് നോ ടു സ്കാനിങ്. അതായത് നിങ്ങൾ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ ഒരു പാരഗ്രാഫ് തരുമ്പോൾ ആ പാരഗ്രാഫിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ലൊക്കേറ്റ് ചെയ്യുക, കീ വേർഡ്സ് ലൊക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നതാണ് ആദ്യത്തെ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോർഷൻ. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട മറ്റൊന്നാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ റീഡിംഗ് കോംപ്രഹെൻഷൻ വരുന്ന സമയത്ത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, ഇപ്പൊ നിങ്ങളൊരു കാര്യം പഠിക്കുന്ന സമയത്ത് ആ പഠിക്കുന്ന കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ ശ്രമിക്കുക. ഡീറ്റെയിൽ ആയിട്ട് റീഡ് ചെയ്യുന്ന സമയത്തുള്ള ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് റീഡിംഗ് കോംപ്രഹെൻഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കാരണം നിങ്ങളുടെ റീഡിംഗ് സ്കിൽ എത്രത്തോളം നിങ്ങൾ മെച്ചപ്പെടുത്തുന്നുണ്ടോ അത്രയും നിങ്ങൾക്ക് ഇതിൽ മാർക്ക് നേടാൻ പറ്റും. 30 മാർക്സ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിമ്പിൾ മാർക്കല്ല. ഈ 30 മാർക്സ് എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിങ്ങളെ ഈ പറയുന്ന JRFിലേക്ക് എത്തിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ്. സോ സ്കിമ്മിങ് ഉണ്ട്, ദെൻ എക്സ്പ്ലോറേറ്ററി റീഡിംഗ് ഉണ്ട്. അതായത് ഹോൾ പ്രസന്റേഷൻ ഓഫ് ഐഡിയാസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള പിക്ചറിലേക്ക് കൊണ്ടുവരലാണ് യഥാർത്ഥത്തിൽ എക്സ്പ്ലോറേറ്ററി റീഡിംഗ്. ഇപ്പൊ നിങ്ങളൊരു പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? നോർമലി നിങ്ങൾ അറിയാതെ ദർ വിൽ ബി എ പിക്ചറൈസേഷൻ വിത്തിൻ യു, ദർ വിൽ ബി സം മാപ്പിംഗ്. അതാണ് യഥാർത്ഥത്തിൽ എക്സ്പ്ലോറേറ്ററി റീഡിംഗ് ഉദ്ദേശിക്കുന്നത്. ക്ലോസ് റീഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അണ്ടർസ്റ്റാൻഡിങ് നടത്തുക ഫോർ ദ മെയിൻ ഐഡിയാസ് ആൻഡ് ദിയർ റിലേഷൻഷിപ്പ്. ദെൻ ഹലോ, ദെൻ ക്രിട്ടിക്കൽ റീഡിംഗ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എന്ത് ചെയ്യാണ്? വിൽ ബി ക്വസ്റ്റ്യനിങ്, അനലൈസിങ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് പ്രധാനമായിട്ടും നിങ്ങൾ റീഡിങ്ങിന്റെ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ നിങ്ങൾ ഒന്നും വേണ്ടടോ, ഇപ്പൊ നിങ്ങളൊരു ബേസിക്കലി ഒരു ഫോണിൽ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ആർട്ടിക്കിൾ ഉണ്ട്, നിങ്ങൾ ആർട്ടിക്കിൾ വായിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അപ്പൊ നിങ്ങൾക്കറിയാം, കുറച്ച് ലോങ് ആയിട്ടുള്ള ന്യൂസ് പേപ്പർ ആണെങ്കിൽ, ആർട്ടിക്കിൾ ആണെങ്കിൽ, ആ ആർട്ടിക്കിൾ എടുക്കുന്ന സമയത്ത് അതിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് വായിക്കുക എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. കാരണം നമുക്ക് ഇവിടെ വേണ്ടത് നിങ്ങൾ എത്രത്തോളം ഇപ്പം ഒരു റീഡിംഗ് കപ്പാസിറ്റി, അല്ലെങ്കിൽ റീഡിംഗ് ഒരു മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്ന ഒരാള്, അങ്ങനത്തെ ഒരാൾക്ക് ബേസിക്കലി നമുക്ക് ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻസും 10 ക്വസ്റ്റ്യനും, വിച്ച് മീൻസ് 15 ക്വസ്റ്റ്യൻ, അതായത് 30 മാർക്ക് നിങ്ങൾക്ക് ഇതിൽ നേടിയെടുക്കാൻ പറ്റും ഇഫ് യു റീഡ് പ്രോപ്പർലി. ദ ഓൺലി തിങ് ഈസ് യു ഹാവ് ടു റീഡ്. അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻസ് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം, ഇഫ് യു നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്,
ആദ്യം നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് എഴുതി വെക്കുന്ന സമയം നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, നേരെ നിങ്ങളുടെ പാരഗ്രാഫിലേക്ക് പോകുന്ന സിസ്റ്റം നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് യു ക്യാൻ ഫിനിഷ് അറ്റ്ലീസ്റ്റ് ബിറ്റ്വീൻ 10 to 15 മിനിറ്റ്സിന്റെ ഉള്ളിൽ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ ഈ ഒരു പീരീഡിനെ കൊണ്ട് കഴിയും. ആൻഡ് അതാണ് നിങ്ങൾ മിനിമം ട്രൈ ചെയ്യേണ്ടത്. അതായത് മാക്സിമം നിങ്ങൾക്ക് 15 മിനിറ്റിന്റെ ഉള്ളിൽ തന്നെ ഈ പറയുന്ന 5 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി ഡൺ ഓൺലി വെൻ യു സ്റ്റാർട്ട് ഫ്രം ക്വസ്റ്റ്യൻസ് ആൻഡ് ഗോ ടു ദ പാരഗ്രാഫ്. ദെൻ അനലിറ്റിക്കൽ റീഡിങ്ങും നമ്മൾ അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഇവിടെ നമ്മൾ ചെയ്യാറുള്ളത് നോർമലി ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് സ്കില്ലാണ് ഡെവലപ്പ് ചെയ്യുക. ആൻഡ് ദർ ഈസ് കെയർഫുൾ അറ്റൻഷൻ ടു ഈച്ച് വേർഡ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ റിലേഷൻ ടു അതർ വേർഡ്സ്. ഓരോ വേർഡിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേസമയം അതെങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് അതർ വേർഡ്സിന് എന്നുള്ളതിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ദെൻ ഡെവലപ്മെന്റൽ റീഡിംഗും ഉണ്ട്. ഇതും എന്താണ്, കോംപ്രഹെൻസീവ് ആയിട്ടുള്ള റീഡിംഗ് പ്രോഗ്രാമാണ് വിച്ച് കൺസിസ്റ്റ് ഓഫ് സെവറൽ പീരീഡ്സ് ഓഫ് സ്റ്റേജ്. ദെൻ ചില പ്രിൻസിപ്പിൾസ് ലൈക്ക് നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾ വായിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് 4 5 ഇങ്ങനെ 5 ക്വസ്റ്റ്യൻ ആണല്ലോ ഉള്ളത്. അപ്പൊ നമ്മളൊരു കീവേഡ് കൊടുക്കുന്ന പോലെ തന്നെ ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് ചില ആൾക്കാർ ചെയ്യുന്ന സിസ്റ്റമാണ് ദേ വിൽ ബി മാർക്കിംഗ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. ഇവിടെ നമുക്ക് മാർക്കിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഇല്ല. ബിക്കോസ് നമ്മുടെ കയ്യിലുള്ളത് OMR അല്ല, മറിച്ച് എന്താണ്, നമ്മുടെ സ്ക്രീനിലാണ് സാധനം കാണുന്നത്. പക്ഷെ നമ്മുടെ കയ്യിൽ ഒരു റഫ് പേജ് ഉണ്ട്. ആ റഫ് പേജിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ഇവരുദ്ദേശിക്കുന്ന ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സുകൾ ജസ്റ്റ് ഒന്ന് കീവേഡ് പോലെ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം. കുറെ എഴുതാൻ നിൽക്കരുത്, മറിച്ച് ജസ്റ്റ് ഒന്ന് 1 2 വേർഡ് പോലെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫൈനലി നിങ്ങളുടെ ആൻസറിലേക്ക് എത്തുന്ന സമയത്ത് അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഡിസൈഡ് ബേസിക് തീം, അതായത് എന്താണ് ആ പാരഗ്രാഫിന്റെ മെയിൻ തീം ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് ഒരു തീം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളോട് അവിടെ ചോദിക്കുന്ന ചോദ്യം, ഈവൻ ചില ക്വസ്റ്റ്യൻസ് ഇപ്പൊ 5 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ 1 2 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് ഈവൻ ആ ടോപ്പിക് നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ആ തീം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താനും പറ്റും. ദെൻ റീറീഡ് ദ പാസേജ് ആൻഡ് ഫോം ബേസിക് ആർഗ്യുമെന്റ് പാസേജ്. ഈ റീറീഡ് എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് ചെയ്യാം, പക്ഷെ എക്സാമിന് നിങ്ങൾ റീറീഡിങ്ങിലേക്ക് പോകുന്നതിന് പകരം ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ട് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അവിടെ എന്ത് ചെയ്യേണ്ടി വരില്ല, റീഡ് ചെയ്യേണ്ടി വരില്ല. പക്ഷെ അതിൽ കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യം സെന്റൻസസ് വായിച്ചതിന് ശേഷം, പാസേജ് വായിച്ചതിന് ശേഷം ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ആ ക്വസ്റ്റ്യൻസിലേക്ക് വന്നതിന് ശേഷം ഇങ്ങനെ ആൻസർ ചെയ്യാൻ നോക്കാം. മേ ബി ഒരു 15 to 20 മിനിറ്റ്സിന്റെ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് കംപ്ലീറ്റ് ചെയ്യാനും പറ്റും ഇഫ് യു പ്രാക്ടീസ് വെൽ. ദെൻ കീപ് യുവർ ബ്രെയിൻ ആക്ടിവിറ്റി ഇൻവോൾവ്. മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, ഇൻവോൾവ് ആവുക. കാരണം എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിലപ്പം പ്രത്യേകിച്ച് റീഡിംഗ് കോംപ്രഹെൻഷൻ ആണ് ഏറ്റവും ലാസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ട് പേപ്പർ 2ന്റെ കേസിൽ. അപ്പൊ നിങ്ങൾ അവിടെ എത്തുന്ന സമയത്താകുമ്പോഴേക്കും നിങ്ങൾ ഏകദേശം ഡ്രെയിൻ ആയിട്ടുണ്ടാവും, കംപ്ലീറ്റ്ലി ഡൗൺ ആയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ റീഡിംഗ് കോംപ്രഹെൻഷൻ അവിടെ എത്തുന്ന സമയത്ത് വേണമെങ്കിൽ ചില ആൾക്കാർ ചെയ്യുന്ന കാര്യമാണ്, ആദ്യം റീഡിംഗ് കോംപ്രഹെൻഷനും അതേപോലെ തന്നെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. അതെന്തിനാ അവർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൻ ആയിട്ടും എന്തിനാണ്, അങ്ങനെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് ഇൻ കേസ് ആദ്യം റീഡിംഗ് കോംപ്രഹെൻഷനും ഡാറ്റ ഇന്റർപ്രിട്ടേഷനും ചെയ്യുന്ന ആൾക്കാർ ആണെങ്കിൽ അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ യു ഹാവ് ടു റിമെമ്പർ ദാറ്റ് റീഡിംഗ് കോംപ്രഹെൻഷൻ 5 ക്വസ്റ്റ്യന് മാക്സിമം നിങ്ങൾ കൊടുക്കേണ്ട സമയം 10 to 12 മിനിറ്റ്സ് അല്ലെങ്കിൽ 10 to 15 മിനിറ്റ്സ് ആണ്. കാരണം നിങ്ങൾ ഇവിടെ 15 മിനിറ്റ്സ് പോയി കഴിഞ്ഞാൽ ടോട്ടൽ 45 മിനിറ്റ്സ് അല്ലെങ്കിൽ 30 to 45 മിനിറ്റ്സ് മിക്കവാറും ആൾക്കാർക്ക് ഈ പറയുന്ന 15 ക്വസ്റ്റ്യനിൽ പോകും. വിച്ച് മീൻസ് ബാക്കി, അതായത് 15 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 10% ആയിട്ടുള്ളൂ. ബാക്കി 90% ക്വസ്റ്റ്യൻ സ്റ്റിൽ അവിടെ ഉണ്ട്. അപ്പം ആ കാര്യം കൂടി ആലോചിച്ചിട്ട് ആ ഒരു ഡിസിഷൻ എടുക്കുക. ദെൻ മേക്ക് മീനിങ് ഔട്ട് ഓഫ് ഡാറ്റ. ഓരോ നിങ്ങളുടെ കയ്യിൽ തന്നിട്ടുള്ള ഡാറ്റ ആണെങ്കിൽ അതിന്റെ മീനിങ് കണ്ടെത്താൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള എന്ത് ഡാറ്റ ആണെങ്കിലും, നിങ്ങളുടെ ഇൻഫർമേഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും നോളജ് ലെവലിലെ കാര്യങ്ങളാണെങ്കിലും, ഇതിനെല്ലാം മീനിങ് കണ്ടെത്താൻ എപ്പോഴും നിങ്ങൾ വായിക്കുന്ന സമയത്ത് തന്നെ ട്രൈ ചെയ്യുക. ദെൻ അപ്രോച്ച് പാരഗ്രാഫ് വിത്ത് കോൺഫിഡൻസ്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ടതുള്ളത്. ആൻഡ് ദ സെഷൻ ഈസ് ഓവർ. മെയിനായിട്ട് ശ്രദ്ധിക്കുക, നിങ്ങളുടെ വായന അല്ലെങ്കിൽ റീഡിങ് സ്കില്ല് ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന 30 ക്വസ്റ്റ്യന് കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് ഐ എം റിയലി കോൺഫിഡൻറ്റ് അബൌട്ട് ഇറ്റ് ബിക്കോസ് ഞാൻ ചെയ്തിരുന്ന മെത്തേഡ് ആയിരുന്നു. ആൻഡ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എക്സാമിലൊന്നും എനിക്ക് ഒരിക്കലും റീഡിംഗ് കോംപ്രഹെൻഷനിൽ
4ന്റെ താഴേക്ക് ആൻസർ ശരിയായ അല്ല, അതായത് ശരിയായിട്ടുള്ള ഇപ്പം മാക്സിമം ടൈം എനിക്ക് 5 തന്നെ കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് 4ലേക്ക് എത്തിയിട്ടുണ്ട്. ആൻഡ് ഐ യൂസ്ഡ് ഓൺലി വൺ മെത്തേഡ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഇങ്ങനെ എഴുതി വെക്കുക ചെയ്യുക. ആ ക്വസ്റ്റ്യൻ എഴുതിയതിന് ശേഷം നേരെ നമ്മൾ പാരഗ്രാഫ് വായിക്കുക ചെയ്യാറുള്ളത്. വൺസ് പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് തന്നെ ഈ ക്വസ്റ്റ്യനെ നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് വി യൂസ് ടു ഗെറ്റ് ദ ആൻസർ. ആൻഡ് വൺസ് നിങ്ങൾ പാരഗ്രാഫ് വായിച്ചു തുടങ്ങി കഴിഞ്ഞാൽ തന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, യു ഷുഡ് ഐഡന്റിഫൈ ദ സെൻട്രൽ തീം ഓഫ് ദ പെർട്ടിക്കുലർ പാരഗ്രാഫ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.